ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ. കറ്റത്തി കിളിക്കൂടിൻ്റെ വിശേഷം നോക്കിയാലോ. അപ്പോൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അങ്ങനെ ഗംഗാധരനും ലളിതയൊക്കെ ഭാസ്കരനച്ചനോടും പിള്ളേരോടൊക്കെ ഇങ്ങനെ തർക്കിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ. അവർ ആ വീട്ടിൽ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തുന്നത് കോടതിക്ക് എതിരാണ്, അതുകൊണ്ട് അത് ചെയ്യാൻ പാടില്ല, ഞങ്ങൾ ഇപ്പൊ തന്നെ പോയിട്ട് കേസ് കൊടുക്കും, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് അവരെ ഇട്ട് വിരട്ടുന്നുണ്ട്. പക്ഷെ സുധീഷ് ആണെങ്കിലും സുഭാഷ് ചേട്ടനാണെങ്കിലും നിങ്ങൾ പോയി കേസ് കൊടുക്കുക, ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് ഒരേ ഒരു വാശിയിൽ നിൽക്കുക കേട്ടോ. പക്ഷെ ഇവരാണെങ്കിൽ ഇതിനെ സമ്മതിക്കുന്നില്ല. ലളിതയുടെയും ഗംഗാധരന്റെയും സ്ഥലമാണ് ഇത്, അല്ലാതെ ഭാസ്കരനച്ചനുള്ളതൊന്നും അല്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഭാസ്കരനച്ചനാണെങ്കിൽ പറയുന്നത് ഇത് എനിക്ക് എൻ്റെ അച്ഛൻ തന്നതാണെന്നാണ് പറയുന്നത്. പക്ഷെ ഒരു തരത്തിലും ലളിതയും ഗംഗാധരനും വിട്ടുകൊടുക്കുന്നില്ല കേട്ടോ. ഇത് സമ്മതിക്കില്ല, ഞങ്ങൾ കേസ് കൊടുക്കും, അപ്പൊ കാണാം ബാക്കി കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മളെ ഭാസ്കരനച്ചന് ഭയങ്കര ദേഷ്യം വന്നപ്പം ഭാസ്കരനച്ചൻ പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളോട് പേഴ്സണലായിട്ടൊരു കാര്യം സംസാരിക്കാനുണ്ട്, എൻ്റെ പിള്ളേർ കേൾക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് കുറച്ച് മാറി നിന്ന് ഗേറ്റിൻ്റെ അവിടെ പോയൊക്കെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. ഇത് കേൾക്കുമ്പോൾ തന്നെ നമ്മളെ ഗംഗാധരനും ലളിതയുടെ ഒക്കെ മുഖം മാറുന്നുണ്ട്. എന്നാലും അച്ഛൻ എന്തായിരിക്കും ഇവരോട് പേഴ്സണലായിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കുക എന്ന് ആലോചിച്ച് നിൽക്കുകയാണ് കേട്ടോ സുഭാഷ് ചേട്ടനും അനിയന്മാരും. അച്ഛന്റെ സംസാരം കേട്ടിട്ട് എന്തായാലും മാമന്റെയും അമ്മായിയുടെയും മുഖമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ടെന്നുള്ള കാര്യം ഇവർക്ക് മനസ്സിലായിട്ടുണ്ട്. കാര്യം എന്താന്ന് ഇവർക്ക് അറിയില്ല. അത് വേറെ ഒന്നുമല്ല, സുനന്ദയും സുഭാഷ് ചേട്ടനും തമ്മിലുള്ള കാര്യം സുനന്ദയുടെ വീട്ടിൽ പോയിട്ട് അവരുടെ ഭർത്താവിനോട് ഞാൻ പറഞ്ഞോളാം, സുനന്ദ എനിക്ക് ലൊക്കേഷനൊക്കെ പറഞ്ഞു തന്നാണ് അവരുടെ വീടിന്റെ സ്ഥലം എവിടെയാണെന്നൊക്കെ. എന്തായാലും കല്യാണത്തിന്റെ തലേ ദിവസം വരെ എൻ്റെ വീട്ടിലായിരുന്നു സുനന്ദ എന്നും എൻ്റെ മകനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി നിർബന്ധിച്ചു എന്നും എൻ്റെ മകൻ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയത് കൊണ്ട് മാത്രമാണ് അവളിപ്പോൾ നിന്നെ കല്യാണം കഴിച്ചതെന്നും അവന് കൊടുക്കേണ്ട സദ്യയാണ് നീ ഉണ്ടത് എന്നൊക്കെ ഞാനിപ്പോൾ പറയൂട്ടോ. അപ്പൊ അതൊക്കെ പേടിച്ചിട്ട് ഗംഗാധരനും ലളിതയ്ക്കും പേടിയായി. അവർ പറയുന്നുണ്ട്, ഒരു പെൺകുട്ടിയുടെ ജീവിതമാണ് നിങ്ങൾ ഇല്ലാതാക്കുന്നതെന്ന് പറയുമ്പോൾ അതുപോലെ ഒരു പെൺകുട്ടി ഇവിടെയും ഉണ്ടോ, അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്തു കൂട്ടുന്നതെന്നും ഭാസ്കരനച്ചൻ പറയുന്നുണ്ട്. എന്തായാലും കല്യാണം കഴിഞ്ഞ് ഒരു മാസത്തിന്റെ ഉള്ളിൽ തന്നെ മകളെ വീട്ടിൽ വന്ന് നിൽക്കേണ്ട ആവശ്യം വരുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ തന്നെ അമ്മായിക്കും മാമനും പേടിയായിട്ട് അവര് അവിടുന്ന് പോവാട്ടോ ചെയ്യുന്നത്. പണി എടുപ്പിച്ചോളാൻ പറയുന്നുണ്ട്. ഭാസ്കരനച്ചൻ പറയുന്നുണ്ട്, ഇനി എൻ്റെ പണിക്ക് വന്ന ആൾക്കാരോട് പറ ഇവിടെ പണിയെടുക്കാൻ തുടർന്നോളൂ എന്ന് പറയാം, നിങ്ങളുടെ വാക്ക് കേട്ടിട്ട് അവർ പേടിച്ചിരിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ പണിയെടുപ്പിക്കാൻ വീണ്ടും അമ്മായി മാമനും പറയട്ടോ ചെയ്യുന്നത്. എന്തായാലും ഈ ഒരു റിസ്ക് ഏറ്റെടുക്കണ്ട, അതിലും നല്ലത് മകളുടെ ജീവിതം നന്നായി നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അമ്മായി മാമനും അവിടുന്ന് പോവുകയാണ് ചെയ്യുന്നത്. അതൊക്കെ കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മളെ നിധിയുടെ ഓഫീസാണ്. നിധിയുടെ ഓഫീസിൽ നിധിക്ക് ഇപ്പോൾ ചെറിയൊരു മാനസിക സമ്മർദ്ദം നേരിട്ട് നിൽക്കുകയാണല്ലോ. അവളുടെ സീനിയർ ആയിട്ടുള്ള ആള് അവളോട് അവൾ ചെയ്ത ഡിസൈനിൽ ചെറിയൊരു പ്രശ്നമുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അത് കേട്ടപ്പോൾ അവൾക്ക് സങ്കടമായി. അപ്പൊ അതിന്റെ ഒരു കോൺഫിഡൻസ് നഷ്ടപ്പെട്ട രീതിയിൽ അവൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ അടുത്തുള്ള സ്റ്റാഫ് വന്നിട്ട് അവളെ സമാധാനിപ്പിക്കുന്നുണ്ട്. അവൾ പറയുന്നുണ്ട്, എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു, അതിപ്പോ ഇല്ലാതായി എന്ന് പറയുമ്പോൾ സ്റ്റാഫ് അവളെ സമാധാനിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെയൊക്കെ തന്നെയാണോ എല്ലാവരും ചെയ്യുന്നത്, അല്ലാതെ ആരും അത്ര പെർഫെക്റ്റ് ഒന്നുമല്ല, മാത്രമല്ല തെറ്റുകൾ വരാതെ ഡിസൈൻ ചെയ്യുന്ന ആളുകളിൽ നമുക്ക് വലിയ വലിയ അത്ഭുതങ്ങളൊന്നും കാണാൻ കഴിയില്ല, തെറ്റുകൾ തിരുത്തി ചെയ്യുന്നവരിലാണ് നമുക്കൊരു അത്ഭുതമൊക്കെ കാണാൻ കഴിയുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ നിധിയെ സമാധാനിപ്പിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ജോലിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് എത്തുമ്പോൾ നിധി കാണുന്നത് വീട്ടിൽ പണിക്കാരൊക്കെ പണി കഴിഞ്ഞ് തിരിച്ചു പോകുന്നതാണ്. കാരണം നിധി പോകുന്ന സമയം വരെ പണിക്കാരെ കാര്യമൊന്നും നിധി അറിഞ്ഞിട്ടില്ല. അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് സുഭാഷ് ചേട്ടനോട് ചോദിക്കുന്നുണ്ട്, സുഭാഷ് ചേട്ടൻ എന്നോട് പറഞ്ഞില്ലല്ലോ ഇതൊന്നും പറയുമ്പോൾ സുഭാഷ് ചേട്ടൻ പറയുന്നുണ്ട്, ചെറിയ ചെറിയ പണികൾ ഉണ്ടായിരുന്നു, ഓട് മാറ്റാൻ, അതുപോലെ തന്നെ പിന്നെ ഒരു പുറത്തൊരു ബാത്റൂം പണിയുന്നുണ്ട്, എന്തായാലും ബാത്റൂമിൽ അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ സുധീഷ് ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ നമ്മളെ നികേഷ് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. നിധിക്ക് വേണ്ടിയിട്ടാണ് ബാത്റൂം ഒക്കെ പണിയാന്ന് ഇവർ വിചാരിക്കുന്നത്. ഇതൊക്കെ കഴിഞ്ഞ് രാത്രിയായപ്പോൾ എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്നത്തെയും പോലെ ഇന്ന് ചോറൊന്നുമല്ല, രാത്രി ഉപ്പുമാവാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ എല്ലാവരും ഒന്ന് പുച്ഛിക്കുന്നുണ്ട് കേട്ടോ, സുഭാഷേട്ടൻ്റെ ഉപ്പുമാവ് രസം ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ എല്ലാവരും ടേസ്റ്റ് ചെയ്തപ്പോൾ എല്ലാവർക്കും നല്ല ഇഷ്ടമായി, അടിപൊളി ഉപ്പുമാവായിരുന്നു എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും നല്ല സംസാരത്തോടുകൂടി കഴിക്കുന്നുണ്ട്. അതിന്റെ ഇടയിലാണ് നമ്മളെ സുഭാഷേട്ടൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നുണ്ട് കേട്ടോ. ആ കോൾ വരുമ്പോൾ നമ്മളെ സുധീഷ് പോയി നോക്കുമ്പോൾ അത് സുനന്ദയായിരിക്കും. അപ്പോൾ അവരെല്ലാവരും ഷോക്ക് ഔട്ട്, സുനന്ദയോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ സുഭാഷ് ചേട്ടൻ പറയുന്നുണ്ട് കേട്ടോ, ഇതിന്റെ മുൻപ് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാൻ എടുത്തില്ല എന്ന് പറയുന്നുണ്ട്. അന്നേരം പിന്നെ വിളിച്ചപ്പോഴും സുഭാഷ് ചേട്ടനെ എടുത്തില്ല, കോള് കട്ടായി പോകും. നികേഷും അതുപോലെ തന്നെ സുധീഷും ഹരീഷും ഒക്കെ ആണെന്നുണ്ടെങ്കിലും സുനന്ദ വിളിക്കുന്നതിൽ എതിരഭിപ്രായം പറയുന്നുണ്ട് കേട്ടോ. അവർ കല്യാണം കഴിച്ച് പോയില്ലേ, ഒരു കുടുംബമായിട്ട് ജീവിക്കുകയല്ലേ, പിന്നെ എന്തിനാ വീണ്ടും വീണ്ടും വിളിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് എന്തോ ഒരു ഇഷ്ടമില്ലാത്ത രീതിയിലൊക്കെയാണ് പെരുമാറുന്നത് സുനന്ദ വിളിക്കുന്നതിൽ. പക്ഷെ നിധി ആണെങ്കിൽ അത് പോസിറ്റീവ് രീതിയിലാണ് കാണുന്നത്. നിധി പറയുന്നുണ്ട്, നിങ്ങളുടെ അമ്മായിയുടെ മകളല്ല, അവൾ കല്യാണം കഴിച്ചു എന്ന് വിചാരിച്ചിട്ട് നിങ്ങളെ വിളിക്കുന്നതിൽ എന്താ തെറ്റ്, വിശേഷങ്ങൾ അറിയാനായിരിക്കില്ലേ, വീണ്ടും വിളിക്കുന്നത് പഴയ പ്രണയം പുതുക്കാനാണെന്ന് വിചാരിക്കരുത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെ സുനന്ദ വീണ്ടും ഒന്ന് ട്രൈ ചെയ്യുമ്പോൾ സുഭാഷ് ചേട്ടനോട് എടുക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട് കേട്ടോ നമ്മളെ നിധി. അത് വീഡിയോ കോൾ ആയിരിക്കും. അങ്ങനെ വീഡിയോ കോൾ വിളിച്ചിട്ട് നമ്മൾ സുനന്ദ എല്ലാവരെയും കാണും കേട്ടോ. ഭയങ്കര പോസിറ്റീവായിട്ടാണ് സുനന്ദ ഇപ്പോൾ സംസാരിക്കുന്നത്.
പഴയ പ്രണയം മനസ്സിൽ വെച്ച് സംസാരിക്കുന്ന പോലെയൊന്നും ഇല്ല കേട്ടോ. സുഭാഷ് ഏട്ടൻ ഫോൺ എടുത്ത പാടെ പറയുന്നുണ്ട്, സുഭാഷ് ഏട്ടാ എല്ലാവരെയും കാണിക്കും, ഞാൻ എല്ലാവരെയും കാണട്ടെ, എല്ലാവർക്കും സുഖമല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ സുഭാഷ് ഏട്ടനെ ഇതിനു മുൻപും വിളിച്ചിരുന്നല്ലോ, അന്നേരം എന്റെ കൂടെ അശ്വിൻ ഉണ്ടായിരുന്നു, ഇപ്പൊ അശ്വിൻ ഇവിടെ ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഭയങ്കര പോസിറ്റീവ് ആയിട്ടാണ് ആള് സംസാരിക്കുന്നത്. അങ്ങനെ ഞാൻ ഇനി പിന്നെ വിളിക്കാന്നൊക്കെ പറഞ്ഞ് സുനന്ദ കോള് കട്ട് ചെയ്യുന്നുണ്ട്. അന്നേരം നിധി പറയുന്നുണ്ട് കേട്ടോ, ഇപ്പൊ ഞാൻ പറയുന്ന കാര്യം എന്തായി, അവൾ വിളിച്ചത് എന്തിനാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായില്ലേ? ഈ സുധീഷിന്റെ ബുദ്ധിയിൽ ഉദിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ, അത് ഏറ്റു പറയാൻ കുറച്ച് ആളുകളും. എന്തായാലും അവളിപ്പോ വിളിച്ച കാര്യം അതിലൊന്നും അല്ലല്ലോ ഒന്നും ഇപ്പൊ മനസ്സിലായില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ചെറുതായിട്ട് സുധീഷിനൊന്ന് അപമാനിക്കുന്നുണ്ട് കേട്ടോ. കാരണം സുനന്ദ വിളിച്ചത് വേറെ എന്തോ ഒരു ഉദ്ദേശത്തിനാണെന്നുള്ള കാര്യം സുധീഷാണ് ആദ്യം പറഞ്ഞത് എന്നുള്ള രീതിയിലാണ് നമ്മളെ നിധി പറയുന്നത് കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞ് അവരുടെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം അച്ഛൻ വന്നു. അച്ഛൻ വന്നപ്പോൾ നമ്മളെ നിധി അച്ഛന് ഉപ്പുമാവൊക്കെ കൊണ്ടു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പുമാവ് കൊണ്ടു കൊടുക്കുമ്പോൾ അച്ഛന് ചെറിയൊരു ടെൻഷൻ ഉണ്ട്, ഇവള് ഇനി മറ്റു കാര്യം എന്തെങ്കിലും ചോദിക്കുമോ, നികേഷിന്റെ അമ്മയുടെ കാര്യമൊക്കെ ചോദിക്കുമോ എന്നൊരു പേടിയുണ്ട്. നിധിയാണെങ്കിൽ പറയുന്നുണ്ട്, ഞാൻ ആ കാര്യം ചോദിക്കുമെന്നായിരിക്കില്ലേ നിങ്ങൾ വിചാരിക്കുന്നത്, ഞാൻ എന്തായാലും അതൊന്നും ചോദിക്കാൻ പോകുന്നില്ല, ചോദിച്ചിട്ടും വലിയ കാര്യമൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് ചോദിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ അച്ഛനൊരു മനസ്സമാധാനം ഇല്ല, അവള് വീണ്ടും വീണ്ടും ചോദിക്കുമെന്നൊരു പേടിയുണ്ട്. നീ ആ ഒരു കാര്യം ചോദിക്കുന്നത് എനിക്ക് താല്പര്യമില്ലാത്ത വിഷയമാണ്, അതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ അവിടുന്ന് കുറച്ച് അപ്പുറത്തേക്ക് മാറിയിരിക്കുന്നുണ്ട്, ഒരു ചെയറിൽ പോയിരിക്കുന്നുണ്ട് കേട്ടോ. നിധിയാണെങ്കിൽ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, അറിഞ്ഞാൽ കൊള്ളാം, ഞാൻ വിടില്ല എന്നൊക്കെ മനസ്സിൽ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അച്ഛനാണെങ്കിൽ ഇത് ചോദിച്ചാൽ പ്രശ്നമാണ്, ഇതിന് ചെവി കൊടുക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ അച്ഛൻ അവിടെ നിന്ന് എങ്ങനെയെങ്കിലും എസ്കേപ്പ് ആവാന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. ആ സമയത്താണ് സുധീഷ് നിധിയുടെ അടുത്തേക്ക് വരുന്നത്. സുധീഷിനെ കണ്ടപാട് നമ്മളെ അച്ഛൻ്റെ മനസ്സിൽ വേറൊരു തോട്ടും കൂടി വന്ന്, കാരണം ഇവനും കൂടി ചേർന്നിട്ടാണോ ഈ കാര്യം ചോദിക്കുന്നത് എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും ആളവിടെ നിന്ന് സ്ഥലം വിട്ടിട്ടുണ്ട് നമ്മളെ നിധിയെ പേടിച്ചിട്ട്. അങ്ങനെ നമ്മളെ നിധിയോട് ഇന്നത്തെ ജോലി എങ്ങനെ ഉണ്ടായിരുന്നു ഓഫീസിൽ നിന്നൊക്കെ നമ്മളെ സുധീഷ് എന്ന് ചോദിക്കുമ്പോൾ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു, പക്ഷേ ഇന്നുണ്ടായ ഒരു ഇൻസിഡൻറ്റ് പറയൂ കേട്ടോ. സീനിയർ ആയിട്ടുള്ള ഒരു പയ്യൻ ഇങ്ങനെ പറഞ്ഞു, ഞാൻ ചെയ്തത് ശരിയായില്ല, എനിക്കൊരു ഓവർ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, ഫസ്റ്റത്തെ ദിവസം തന്നെ പോയിട്ട് അവിടെ എല്ലാവരെയും ഒന്ന് കയ്യിലെടുക്കണം എന്ന് ഞാൻ വിചാരിച്ചിരുന്നു, പക്ഷെ അത് നടന്നില്ല, ചീറ്റിപ്പോയി എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും നമ്മളെ സുധീഷിനൊരു ദേഷ്യം കേട്ടോ, എന്തിനാ നിന്നോട് അങ്ങനെ പെരുമാറിയത്, നിന്നോട് അങ്ങനെ പെരുമാറാൻ അവനെന്താ അധികാരം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ആദ്യമൊക്കെ നിധി കാര്യം പറഞ്ഞു, പിന്നെ സുധീഷ് എന്തോ ഓവറായിട്ട് അധികാരം കാണിക്കുന്ന നിധിയുടെ കാര്യത്തിൽ നിന്ന് തോന്നിയപ്പോൾ അവള് പറയുന്നുണ്ട് കേട്ടോ, ഹലോ ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല, ഒരു കാര്യം പറഞ്ഞു അത്രേ ഉള്ളൂ, പക്ഷെ എനിക്ക് ആ സമയത്ത് എന്തോ പോലെ തോന്നി, അത് ഞാൻ പറഞ്ഞെന്നുള്ളൂ. പക്ഷേ സുധീഷിനാണെങ്കിൽ അയാളോട് ഭയങ്കര ദേഷ്യം കേട്ടോ. ഒരു സീനിയർ ആയിട്ടുള്ള ചെക്കൻ എന്തിനാ ഇവളോട് ഇങ്ങനെ ചോദിക്കേണ്ട കാര്യം, ഇവളോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്, ഇത് റാഗിങ് ആണോ എന്നുള്ള ലെവലിലൊക്കെയാണ് അവൻ ചിന്തിക്കുന്നത്. പിന്നെ അതുമാത്രമല്ല, എൻ്റെ ഭാര്യയോട് തർക്കിക്കാൻ അവൻ ആരാണെന്നൊക്കെ മനസ്സിലിങ്ങനെ വിചാരിക്കുന്നുണ്ട് കേട്ടോ. അവനെ വെറുതെ വിട്ടാൽ ശരിയാവില്ല എന്ന് മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. എന്തായാലും ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യം, സുധീഷ് നമ്മളെ നിധിയുടെ ഓഫീസിൽ പോയിട്ട് അയാളോട് ചൂടാവുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും നിധിക്ക് അത് ഇഷ്ടപ്പെടാൻ പോകുന്നില്ല. അപ്പൊ ഇനി എന്തൊക്കെയാ വരാൻ പോകുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. ഇതുപോലുള്ള റിവ്യൂസിനായിട്ട് എൻ്റെ ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക. ബൈ.